ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ രാവിലെ എണീച്ചു. ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കുക, ഒരു എൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻ്റെ ഒരു ഡേ ആണ്. ഒരു ബർത്ത്ഡേക്ക് 2 വീക്സ് മുന്നുള്ള ഫ്രൈഡേ ആണിത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എനിക്ക് ബർത്ത്ഡേക്ക് വേണ്ടി ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. ഇനി ഡ്രസ്സൊക്കെ മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി വന്നിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകുമ്പോൾ പുറത്ത് എൻ്റെ ഡോണേനെ കണ്ടു. ഡോണേനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത ആൾ എൻ്റെ മിലിയോനെ നോക്കി ഞാൻ പോണ കഥയൊക്കെ അവളോട് പറഞ്ഞ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിതാ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം. ഓളെ പോയിട്ട് കൂട്ടണം. എൻ്റെ ഫ്രണ്ട് സാന്ദ്ര, ഓളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം പോകുമ്പം ഉള്ള കാഴ്ചകൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. പക്ഷെ പുറത്തുനിന്ന് ഇതേപോലെ ബ്ലാ സംസാരിക്കാൻ എനിക്ക് മടിയാണ് ഗൈസ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ വോയിസ് ഓവർ ഇരിക്കൂല. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത ആൾക്കാരെയൊക്കെ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇപ്പോൾ ഏത് യൂട്യൂബർ, ആരും അറിയപ്പെടാത്ത യൂട്യൂബർ എന്നൊക്കെ ഉള്ള കുത്തുവാക്കുകൾ കേൾക്കാനുള്ള മാനസിക തൊലിക്കട്ടി സാധനമില്ല. കോണം. അപ്പം ഗൈസ്, എൻ്റെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാന്ദ്രനെ കൂട്ടാൻ ഓളെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ സാന്ദ്രന്റെ വീട്ടിലെത്തി ഗൈസ്. നമുക്കോളെ പോയി നോക്കാം. കണ്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹൈലൈറ്റിലെത്തി. ആദ്യം തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സുഡിയോയിൽ പോവാനാണ്. സോ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ സുഡിയോയിലേക്കുള്ള യാത്ര തുടങ്ങി ഗായ്സ്. അങ്ങനെ കയറി മേലെ എത്തി. സുഡിയോയിൽ ചെന്ന സമയത്ത് ഒട്ടും കളക്ഷൻ ഇല്ലായിരുന്നു. ആവശ്യമില്ലാതെ പോകുമ്പോൾ ഒരുപാട് കളക്ഷനും ആവശ്യത്തിന് പോകുമ്പോൾ ഒരു തേങ്ങയും ഉണ്ടാവില്ല. അപ്പം ഒരു പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സൊന്നും എനിക്ക് സുഡിയോന്ന് കിട്ടിയില്ല. ഇതൊക്കെയായിരുന്നു സുഡിയോത്തെ ഞാൻ പോയപ്പോൾ ഉള്ള കളക്ഷൻസ്. നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെസ്റ്റ് സൈഡ് പോയി നോക്കി. വെസ്റ്റ് സൈഡിലും കളക്ഷൻസ് കുറവായിരുന്നു. എന്താ അറിയില്ല, എൻ്റെ ബർത്ത്ഡേ ആണ് ഇവർ അറിഞ്ഞത് കൊണ്ടാണ് തോന്നുന്നത് നല്ല സാധനങ്ങളൊന്നും കൊണ്ടുവച്ചില്ലായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഒരു വെസ്റ്റേൺ വിയർ എന്ന് ഉദ്ദേശിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് മാത്രമാണ് അവിടെ കിട്ടിയത്. ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങളെ അന്ന് അവിടെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് വെയറിൻ്റെ കളക്ഷൻ ഒന്ന് പോയി നോക്കി. ഫുഡ് വെയർ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഹീൽസും ഫ്ലാറ്റും എല്ലാ ടൈപ്പും ഫുഡ് വെയർ അവിടെ അവൈലബിൾ ആണ്. പിന്നെ മിറർ കണ്ടപ്പോൾ ഞങ്ങൾ മിററിനെ വെറുതെ വിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈസി ബൈയിൽ കയറി. അവിടേക്ക് കിഡ്സ് സെക്ഷനിൽ ഈ ഒരു ഡ്രസ്സ് കിട്ടിയത്. പക്ഷേ എൻ്റെ സൈസ് അപ്പോഴും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതായിരുന്നു അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. എനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ മാക്സിൽ കയറി. ഇത് മാക്സ് പോയതാണ്. ഇതും എൻ്റെ സൈസ് ഇല്ലായിരുന്നു. അവിടെ XL ഒക്കെ ആയിരുന്നു ഉള്ളത്, എൻ്റെ സൈസിനുള്ളത് ഇല്ല. പിന്നെ ഇതിട്ട് ഇവളും നോക്കി. ഞങ്ങൾ പിന്നെ ട്രയൽ റൂമിൽ കയറി കുറേ മുണാർട്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഒരു ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. എനിക്ക് എന്തോ കഥകളിയൊക്കെ പോലെ തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഡാൻസിന് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഷീമാട്ടിയിൽ പോയി. ഈ ഒരു ഗൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4.6K ആണ്. ഇത് ഷീമാട്ടിയിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ബട്ട് ആ ഒരു വേർത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു നേവി ബ്ലൂ കളറുള്ള
ഈ ഒരു ഡ്രസ്സാണ്. ഇത് ബോഡിക്കോൺ ഡ്രസ്സാണ്. പിന്നെ എനിക്ക് കുറച്ച് ടമ്മി ഉള്ളത് കൊണ്ട് ഞാൻ, പക്ഷെ സാധനം ഇഷ്ടമായിട്ടായിരുന്നു, പക്ഷേ ഈ ടമ്മി കാരണം ഞാനിത് എടുക്കുന്നില്ല എന്ന് വെച്ചു. ഇതും ഒരു അറൗണ്ട് 2K വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇട്ടിട്ട്, കാണാൻ മുഖത്തൊക്കെ നല്ല ബ്രൈറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഞാൻ ഒരു ഡ്രസ്സ് ഡെമോലിട്ടത് കണ്ടപ്പോൾ ഞാൻ ആ ഷോപ്പിൽ കയറി നോക്കി, പക്ഷെ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ശോഭികയിൽ പോയിട്ട് ഈ ഒരു മാക്സി ഡ്രസ്സസ് ആണ്. ഇത് അറൗണ്ട് ഒരു 2K ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ എനിക്ക് കിഡ്സ് സെക്ഷനിലാണ് കേട്ടോ കിട്ടിയത്. അല്ലാത്ത സെക്ഷനിലൊക്കെ അത്ര നല്ല സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ഗൗൺ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ എനിക്ക് 2Kക്ക് ഇത് വർത്താണോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സസ് ആയിരുന്നു. ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു കുട്ടികളുടെ ഡ്രസ്സ് പോലെയുള്ളൊരു ആ ഒരു വൈബ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആണ്, എന്നാലും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇതിലും എൻ്റെ ടമ്മി നല്ല രീതിക്ക് കാണുന്നുള്ളത് കൊണ്ട് ഇത് ഞാൻ എടുത്തിട്ട്. അങ്ങനെ ഞാൻ എല്ലാ ഓട്ടങ്ങളും കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, മുഖത്തൊക്കെ ടാൻ അടിച്ച്, കയ്യിലും നല്ല രീതിക്ക് ടാൻ അടിച്ച്, കരിഞ്ഞിട്ട് ഭയങ്കര പെയിനായിരുന്നു. പിന്നെ ഞാൻ അവളെ വീട്ടിലാക്കി കൊടുത്ത്. പിന്നെ ഫോണിൽ തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ ഡ്രസ്സിങ് ഷീമാട്ടീത്തെ ഡ്രസ്സിങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 3 സംതിങ് 4ൻ്റെ അടുത്തുണ്ട്, 4600 ഉണ്ട് ആ ഒരു ഡ്രസ്സ് വന്നിട്ട്. പിന്നെ എനിക്ക് ശോഭിക്കാതെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് വന്നിട്ട് 2,200 സംതിങ്, അതൊരു 2ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിന്ത്രയിലൊരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ട്. സോ ഒന്നൊക്കെ ഞാൻ മിന്ത്രയിൽ നിന്ന് ആ ഡ്രസ്സ് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ശോഭിക്കയിൽ പോയിട്ട് ശോഭിക്കയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സ് ഞാൻ എടുക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ ഞാൻ സ്പെൻഡ് ചെയ്തത്. ഇനി എൻ്റെ ജിമ്മിൽ പോകണം, പിന്നെ രാത്രി വന്ന് കിടന്നിറങ്ങണം, നാളെ വർക്കിന് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ജിമ്മിലേക്കുള്ളൊരു വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.